എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാൻ രാവിലെ 3 സ്വിച്ച് കോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോളൂ. ഓക്കെ. വേറെന്താണ്? അത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കരിയറൊക്കെ അന്വേഷിക്കുന്നവർക്ക് അത് കുറച്ച് ബെനിഫിഷ്യൽ ആയിരിക്കും കേട്ടോ. ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും, ഞാൻ മെസ്സേജസ് അപ്ലോഡ് ചെയ്തിരുന്നില്ല ഇന്നത്തെ ദിവസം. ഇന്നത്തെ ലോങ് വീഡിയോ സ്പെസിഫിക്കലി അതിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട്. നമുക്ക് മറ്റേത് 3 മിനിറ്റിൽ കുറച്ച് മെസ്സേജസ് എടുത്ത് തരാണ് ചെയ്യുക. ഇന്ന് വാട്ട് ഡസ് യുവർ പേഴ്സൺ വോണ്ട് ടു ടെൽ യു? അവർ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ടാരോ വഴിയും നോക്കാം, ഒറാക്കിൾ ഡെക്കിന്നും കുറച്ച് എടുക്കാം, ഹാൻഡ് റിട്ടൺ ചാനൽ മെസ്സേജസും എടുക്കാം. ഓക്കെ. കൂടുതലായിട്ട് എന്താണ് മനസ്സ് തുറന്ന് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചാൽ അവർ നിങ്ങളോട് എന്തായിരിക്കും പറയണ്ടാവുക എന്നുള്ളത്. ഓക്കെ. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഓക്കെ. വേറെന്താണ്? അപ്പോൾ റീഡിങ്ങിലേക്ക് പോവാം. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ, നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി എൻ്റെ വ്യൂവേഴ്സിനോട് മനസ്സ് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവരുടെ മെസ്സേജസ് എന്തൊക്കെയാണ്? ഒരു മനസ്സ് തുറന്ന് സംസാരിച്ചാൽ എന്തൊക്കെയായിരിക്കും എൻ്റെ വ്യൂവേഴ്സിനോട് പറയുന്നുണ്ടാവുക എന്ന് പറയും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ വ്യക്തി അവരോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, മനസ്സ് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരൂ. ലവേഴ്സ്, ഐ ലവ് യു. ഒരു ഷഫ്ലിംഗ് കൂടി വേണം. ഇതിൽ കാണുന്ന എന്ത് തന്നെ ആയാലും ഞാൻ അതുപോലെ പറയും കേട്ടോ. എടുക്കാനേ. 5 of Swords, ശരി. Emperor, 7 of Wands, Sun, 10 of Swords, Strength, 3 of Pentacles, Ace of Swords, Page of Cups, Temperance, World. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് Knight of Cups. ആദ്യമായിട്ട് ദേ വോണ്ട് ടു സേ ഐ ലവ് യു കേട്ടോ. എന്ത് തടസ്സങ്ങൾ ഉണ്ടെങ്കിലും എന്ത് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെങ്കിലും അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അവരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്ന് അവർക്ക് തോന്നാറുണ്ട് എന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ ഈ സമയം ചില സ്ട്രെസ്സ് അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവർക്ക് ജോലി സംബന്ധമായ സ്ട്രെസ് ഉണ്ട്. അതേപോലെ തന്നെ പലർക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ടും കാണുന്നു കേട്ടോ. അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ സിറ്റുവേഷൻസ് എല്ലാം അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം, കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ്, അവരിയ്ക്കുന്ന പദവി, ഇതെല്ലാം ഒരു പ്രശ്നമായിട്ട് ചിലർക്കെങ്കിലും ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. കേസ് ബൈ കേസ് ആയിരിക്കും. ചിലർക്ക് കാസ്റ്റ് ആയിരിക്കും ഇഷ്യൂ, ചിലർക്ക് ഏജ് ആയിരിക്കും ഇഷ്യൂ, അല്ലേ? ചിലർക്ക് അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് ആയിരിക്കും ഇഷ്യൂ. ഇങ്ങനെ പല പല ബോദറേഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്നേഹം കണ്ടിട്ടും കാണാത്ത, മനസ്സിലാവാത്ത രീതിയിൽ മുഖം തിരിച്ച് ഇരിക്കുന്നുണ്ടായിരിക്കും. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവർ എസ്പെഷ്യലി. കാരണം നിങ്ങൾക്ക് വിഷമമാകുമോ ഇവര് നിങ്ങളെ ബലമായ റിലേഷനിൽ പിടിച്ചിട്ട്? അവർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്കും സ്നേഹമുണ്ട് എന്നുള്ളത്, നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട് അവർക്ക് സ്നേഹമുണ്ട് എന്നുള്ളത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഇത്ര സ്നേഹം മനസ്സിൽ വെച്ചിട്ട് ഇവർ തുറന്ന് പറയാതിരിക്കുന്നത് എന്ന്. ഇവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങൾ ഒരാൾ മാരീഡ് ആയിരിക്കാം, രണ്ടുപേരും മാരീഡ് ആയിരിക്കാം. നിങ്ങളെ ബലമായി ഈ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്കത് വിഷമമുണ്ടാക്കും എന്നവർ കരുതുന്നു. അതുകൊണ്ട് തന്നെ അറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിൽ ഇരിക്കുന്നതാണ് നല്ലത് എന്ന് അവർക്ക് തോന്നുകയാണ്. നിങ്ങളെ വേദനിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവര് ഇൻ ടേൺ എന്താണ് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. തുറന്ന് പറയാൻ സാധിക്കാത്തതിൽ, മനസ്സിൽ അടക്കി പിടിക്കുന്നതിൽ സ്ട്രെസ് അവർ തീർച്ചയായും അനുഭവിക്കുന്നുണ്ട് കേട്ടോ എന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് നേരിട്ട് പറയാൻ നിവൃത്തിയില്ല. അതുകൊണ്ട്
നമ്മൾ ടാരോ വഴി അവരുടെ മനസ്സ് കാണാൻ ശ്രമിക്കുകയാണ് കേട്ടോ. സൺ വെച്ചിട്ട് നിങ്ങളെ കാണുമ്പോൾ അവർക്ക് തോന്നുന്ന ഒരു സന്തോഷമുണ്ട്. അതവർ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. നിങ്ങളെ കാണുമ്പോൾ അവർക്ക് എന്തോ ഒരു എന്താ പറയുക, സൂര്യൻ ഉദിച്ചതുപോലെ ഒരു ഫീലിംഗ് ആണ്. വല്ലാത്തൊരു സന്തോഷവും സമാധാനവും എല്ലാം അവർക്ക് തോന്നും. നിങ്ങളോട് സംസാരിക്കുമ്പോൾ, നിങ്ങളോട് കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ അവർക്ക് വല്ലാത്തൊരു ശാന്തി സമാധാനം ഫീൽ ചെയ്യാറുണ്ട് എന്ന് പറയുന്നു കേട്ടോ. ചിലർക്കെങ്കിലും ലോങ് ഡിസ്റ്റൻസ് ഉണ്ട്. ആ ലോങ് ഡിസ്റ്റൻസും അവർക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ചിലർക്ക് ഈ പറഞ്ഞ ഡിഫറൻസസ് ഉണ്ട്, എല്ലാം തന്നെ. പക്ഷെ അവർ അത് ക്ഷമയോടെ ഇരിക്കുകയാണ്. ശരിയായ സമയം വരട്ടെ എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് പറയുന്നു. ഓക്കെ, എല്ലാ സിറ്റുവേഷനും അവർ മനസ്സിലാക്കുന്നു, നിങ്ങളുടെ സ്നേഹവും മനസ്സിലാക്കുന്നു. പക്ഷേ കാര്യങ്ങൾ ആലോചിച്ച് മാത്രം തീരുമാനിക്കേണ്ടുന്നതാണ്. റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അത് എടുത്ത് കളഞ്ഞിട്ട് അവർക്ക് ഓടി വരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ക്ഷമയോടെ വെയിറ്റ് ചെയ്യാം എന്ന് അവർ വിചാരിക്കുകയാണ്. നിങ്ങളെ വിഷമിപ്പിക്കുന്നതിൽ അവർക്ക് മനസ്താപം ഉണ്ട് താനും കേട്ടോ. വല്ലാത്ത വിഷമം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നും പറയുന്നു. നിങ്ങളുടെ സ്നേഹം എന്താണ് എന്നവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹത്തിൻ്റെ അളവ് എത്രയാണ് എന്നവർ തീർച്ചയായും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ എന്നും കണക്റ്റഡ് ആയിരിക്കണം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും തന്നെ ഇവർ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് സുഖമാണോ, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ശരിയായി നടക്കുന്നില്ലേ എന്ന എല്ലാ കാര്യങ്ങളും ഇവർ കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളെപ്പറ്റി ബോധറേഷൻ ഉള്ളത് കൊണ്ടാണ് അത് ചെയ്യുന്നത് അല്ലേ. സ്നേഹം തുറന്നു പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ, അവർ എല്ലാ കാര്യങ്ങളും തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. കഴിയുന്ന സമയത്ത് അവർ മെസ്സേജും അയക്കുന്നുണ്ടായിരിക്കും, എപ്പോഴും ഇല്ലെങ്കിലും. ഓക്കെ എന്നും കാണുന്നു. നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ബാലൻസിൽ എത്തണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് ഒരു ബാലൻസിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് പറയുന്നു കേട്ടോ. പറ്റുന്ന സമയത്ത് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്, പറ്റുന്ന സമയത്ത് തീർച്ചയായും കോണ്ടാക്ട് ചെയ്യാമെന്നും അവർ പറയുന്നുണ്ട്. പലർക്കും ലോങ് ഡിസ്റ്റൻസ് ഒരു പ്രശ്നമാണ്. നിങ്ങളുടെ പേഴ്സൺ വെള്ളം കൂടുതലായിട്ടുള്ള സ്ഥലത്ത് ഇരിക്കുന്ന ആളായിരിക്കാം. ഡെസേർട്ട് കൂടുതലായിട്ട്, ഡെസേർട്ട് മീൻ മരുഭൂമി ഉള്ള സ്ഥലത്ത് ഉള്ള ആളായിരിക്കാം കേട്ടോ. ദൂരദേശമാണെന്ന് കാണുന്നുണ്ട് കൂടുതലായിട്ടും. അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളെ ഓർക്കുന്നു, നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അവിടെ ഒരു പക്ഷേ അവരുടെ തേർഡ് പാർട്ടി കൂടെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അവർ ക്ഷമ ചോദിക്കാനും ആഗ്രഹിക്കുന്നു കേട്ടോ. ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്നറിയാം, എന്നോട് ക്ഷമിക്കൂ എന്നും അവർ പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് കാർഡ്സ് കൂടി എടുക്കാം. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. അത് എന്ത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് അവർക്കറിയില്ല എന്നും അവർ പറയുന്നുണ്ട് കേട്ടോ. 3 ഓഫ് കപ്സ്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ളത് കൊണ്ടും, ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ പലർക്കും ഉള്ളത് കൊണ്ടും, ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ രീതിയിൽ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ കാണുമ്പോൾ ഇവർ സംസാരിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ വളരെ കാഷ്വലായിട്ട് സംസാരിക്കുന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് വരും, ഇവർക്ക് എന്താ പറയുക, സത്യത്തിൽ സ്നേഹമാണോ അതോ എൻ്റെ തോന്നലാണോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്ന രീതിയിലായിരിക്കും ഇവർ പെരുമാറുന്നുണ്ടാവുക. പക്ഷെ ഇവർ അത് അടക്കി വെക്കുകയാണ്. ഇവരുടെ സ്നേഹം മനസ്സിൽ അടക്കി പിടിക്കുന്നതായിട്ടാണ് കാണുന്നത്. 4 ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, ഒരുപാട് സ്നേഹം തോന്നിയിട്ടും അത് പ്രകടിപ്പിക്കാത്ത രീതിയിൽ നിങ്ങളുടെ അടുത്ത് ഫ്രണ്ട് സോൺ ചെയ്തിരിക്കുന്ന പോലെ അത് തന്നെയാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം തടസ്സങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങളെ അടുത്ത് പെരുമാറുന്നത്, സ്നേഹമില്ലാഞ്ഞിട്ടല്ല എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. നിങ്ങളെന്നും അവരുടെ ഏറ്റവും നല്ലൊരു സുഹൃത്തായിട്ട് അവരുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. പലരുടെയും പേഴ്സൺ മാരീഡ് ആണ് എന്നും കാണുന്നു. അതുമാത്രമല്ല, ഈ പറഞ്ഞ പോലത്തെ ഡിഫറൻസസ്, കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, അങ്ങനത്തെ ഡിഫറൻസസ്, അതും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്താ പറയുക, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രൊഫഷനിലുള്ള ഒരാളായിരിക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു പ്രീസ്റ്റ് ആയിരിക്കാം. ചില സമുദായങ്ങളിലുള്ള ഒരു പ്രീസ്റ്റ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അവർക്ക് വിവാഹം പോസിബിൾ അല്ല എന്നുള്ള രീതിയിൽ ഞാൻ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അങ്ങനെയും ആയിരിക്കാം.
അതുമാത്രമല്ല ചിലര് മാരീഡാണ് എന്നും കാണുന്നു ഓൾറെഡി. അവർക്ക് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഈ വിവാഹം മുന്നോട്ട് കൊണ്ടുപോയാലേ പറ്റൂ. കാരണം ഇവര് സമുദായത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. 4 പേർക്ക് ഇവരെ അറിയാം. അപ്പോൾ അവർക്ക് അവിടുന്ന് ഇറങ്ങി വന്ന് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരാൻ അവർക്ക് സാധിക്കുന്നില്ല. അതവര് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. എൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വിവാഹം മുന്നോട്ട് കൊണ്ടുപോയാലേ പറ്റൂ എന്ന് ചിലര് പറയുന്നുണ്ട്. ചിലര് പറയുന്നു എൻ്റെ ജോലി അറിയാമല്ലോ, അവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് വിവാഹം പോസിബിൾ അല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നും അവർ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. കേസ് ബൈ കേസ് എടുത്തോളുക. ഓക്കെ. ക്വീൻ ഓഫ് സൗട്ട്സ്. ചിലര് നിങ്ങളെ പേടിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ അവരെ ഒരു ഫ്രണ്ട് സോൺ ചെയ്തിരിക്കുകയാണോ എന്നും ചിലർക്ക് ഡൗട്ടുണ്ട്. ഏറ്റവും നല്ലൊരു സുഹൃത്തായിരിക്കാം. അപ്പോൾ പെട്ടെന്ന് അവർ വന്ന് നിങ്ങളുടെ അടുത്ത് അവരുടെ സ്നേഹം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ അടുത്ത് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നറിയില്ല. അതും അവർ പേടിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് എന്നും ചിലർ പറയുന്നുണ്ട് കേട്ടോ. കേസ് ബൈ കേസ് എടുത്തോളുക. ഓക്കെ. അതോ നിങ്ങൾക്ക് അവരോട് ഇഷ്ടമാണ്, നിങ്ങളെ അവർ പേടിക്കുന്നതായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങൾക്ക് പറയാമല്ലോ. അവരോട് നിങ്ങളുടെ സ്നേഹം നിങ്ങൾക്ക് അറിയിക്കാമല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ. എന്ത് തന്നെയായാലും അവർ പറയുന്നുണ്ട് ശരിയായ സമയം വരട്ടെ, ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നും പറയുന്നു. ഓക്കെ. പേജ് ഓഫ് വോൺസ് തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് അവർ തരും എന്ന് തന്നെ പറയുന്നുണ്ട്. ഒരു കോൾ, ഒരു മെസ്സേജ് ഒക്കെ നിങ്ങൾക്ക് തരാൻ അവർ വളരെ തീവ്രമായി ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ നിന്നും ഒരു മെസ്സേജ്, ഒരു കോൾ, അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് അവരോട് സംസാരിക്കും എന്നൊരാഗ്രഹം അവർക്കുണ്ട്. അതും അവർ പറയുന്നു കേട്ടോ. നിങ്ങളിൽ നിന്നും മെസ്സേജസ് ഉണ്ടോ എന്നൊക്കെ അവർ ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കുന്നുണ്ടായിരിക്കും കേട്ടോ. നിങ്ങളുടെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഇവർ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. 2 ഓഫ് കപ്സ് വെച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് റീയൂണിയൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ. അവർ പറയാണ് നിങ്ങളൊന്ന് കാണാൻ സാധിക്കുമോ, സംസാരിക്കാൻ സാധിക്കുമോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാൻ സാധിക്കുമോ എന്ന് അവർ ചോദിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. നിങ്ങൾക്ക് പരസ്പര സ്നേഹം തന്നെയാണ് എന്ന് അവർ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നും അവർ പറയാൻ ആഗ്രഹിക്കുന്നു. ക്വീൻ ഓഫ് കപ്സ് വെച്ച് നിങ്ങൾക്ക് വേണ്ടി ഇവർ വളരെ ഇമോഷണൽ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നും പറയുന്നു കേട്ടോ. സങ്കടം വരാറുണ്ട്, കാണണം എന്ന് തോന്നാറുണ്ട്, മിസ്സിങ് എനർജി വരാറുണ്ട്, ദേഷ്യം വരാറുണ്ട്, എല്ലാം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. 9 ഓഫ് സ്വാർഡ്സ്. ഉറക്കം തീരെയില്ല അവർക്ക് എന്ന് പറയാൻ അവർ ആഗ്രഹിക്കുന്നു കേട്ടോ. സ്ട്രെസ്സ് ഭയങ്കരമായിട്ടുണ്ട്. കാരണം തുറന്ന് പറയാൻ സാധിക്കുന്നില്ല. നിങ്ങളോട് സ്നേഹം മനസ്സിൽ അടക്കി വെക്കുകയാണ്. അതുകൊണ്ട് തന്നെ വല്ലാത്ത സ്ട്രെസ്സ് അവർ അനുഭവിക്കുന്നുണ്ട്. രാത്രിയിൽ ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്നും അവർ പറയുന്നു. ഡെവിൾ. എത്ര നിങ്ങളെ ഒഴിവാക്കി പോവാൻ ശ്രമിച്ചാലും അവർക്കതിന് സാധിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അവർ വിട്ടു പോകാനൊക്കെ ശ്രമിച്ചാൽ തന്നെ പോയതുപോലെ തിരിച്ചു വരുന്ന ഒരവസ്ഥയാണ്. എത്ര മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചാലും അവർക്ക് സാധിക്കുന്നില്ല. നിങ്ങളുടെ അടുത്തൊരു ഒബ്സഷൻ ഫീൽ ചെയ്യുന്നു എന്നാണ് അവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. കിങ് ഓഫ് വാൻസ്. നിങ്ങളോട് റെസ്പെക്റ്റുമാണ്, നിങ്ങളുടെ കഴിവുകളോട്, നിങ്ങളെ ആസ് എ പേഴ്സൺ, നിങ്ങൾ എങ്ങനെയാണ് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ വ്യക്തിത്വത്തിനെ അവർ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു എന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ലാസ്റ്റ് കാർഡ്, ക്വീൻ ഓഫ് വാൻസ്. നിങ്ങളെ ഒരു പാർട്ട്ണറായിട്ട് തന്നെയാണ് അവർ കാണുന്നത് എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. അവർ തുറന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ, അവരുടെ മനസ്സിൽ നിങ്ങൾ അവരുടെ പാർട്ട്ണറായിട്ട് തന്നെയാണ് അവർ കാണുന്നത് എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ. ഇതായിരുന്നു ടാരോ വഴിയുള്ള അവരുടെ മെസ്സേജസ്. ഇനി ഞാൻ ഒറാക്കിൾ വഴി കുറച്ച് മെസ്സേജസ് എടുത്തു തരാം, ഹാൻഡ് റിട്ടൺ മെസ്സേജസും എടുത്തു തരാം കേട്ടോ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് കൃത്യമായിട്ട് അറിയായിരിക്കും. ഏതൊക്കെ മെസ്സേജ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു അത് മാത്രം എടുക്കുക കേട്ടോ. ഒരാക്കിൽ നിന്ന് കുറച്ച് മെസ്സേജസ് എടുത്തിട്ട് എല്ലാം ഒരുമിച്ച് വായിക്കാം.
ഒരേ ഒരു കാർഡ് കൂടി എടുത്തിട്ട് മതി. ഒരാൾക്ക് കുറേ അധികം മെസ്സേജസ് ആയല്ലേ. റെസ്പോൺസിബിലിറ്റീസ്, ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ ഫൈനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ്. ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് അവിടെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതൊരു തടസ്സമാണ്, അതുമാണ് അവരെ സ്റ്റോപ്പ് ചെയ്യുന്നത് കേട്ടോ. ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ്. അവരുടെ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുകയാണ്. വി ആർ ബോത്ത് ഹേർട്ടിങ് ഫ്രം ദിസ്. ഇവർ തുറന്ന് പറയാത്തത് കൊണ്ട് നിങ്ങൾ രണ്ടുപേരും തന്നെ വിഷമിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ്ഡ് മൈസെൽഫ് ബെറ്റർ. അവർ തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ കാര്യങ്ങൾ ശരിയാകുമായിരുന്നു എന്നവർക്ക് തോന്നുന്നുണ്ട്. ഐ ഡോണ്ട് വോണ്ട് ടു ചേസ് എനി മോർ. അവർക്ക് ഓടി ഓടി മതിയായി എന്ന് പറയുകയാണ്. നിങ്ങൾ അപ്രോച്ച് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഐ വോണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ. അവരുടെ ഫ്യൂച്ചറിലും നിങ്ങൾ അവരുടെ കൂടെ വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ ലവ് ഈസ് ഓൾവേസ് ദർ ഡിസ്പൈറ്റ് ദ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് ആവട്ടെ, എന്ത് തന്നെ ആവട്ടെ, നിങ്ങളുടെ ഇടയിൽ ആ സ്നേഹം എന്നും നിലനിൽക്കുമെന്ന് അവർ പറയുന്നു. ഐ ഡോണ്ട് നോ ഇഫ് വി വിൽ എവർ ചേഞ്ച്. നിങ്ങൾ രണ്ടുപേരും തന്നെ പരസ്പരം ഒരു ഹാബിറ്റ് ആയിരിക്കുകയാണ്. ഡെവിളിന്റെ എനർജി പോലെ, ഒരു ഒബ്സെഷൻ പോലെ, ഒരു ഹാബിറ്റ് പോലെ ആയിരിക്കുകയാണ്. അത് മാറ്റാൻ സാധിക്കുമോ എന്ന് അവർക്കറിയില്ല എന്ന് പറയുന്നു കേട്ടോ. വൈ ഇസ് ഇറ്റ് ദാറ്റ് യു ലവ് മീ? എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെ ഇത്രയധികം സ്നേഹിക്കുന്നത്? വാട്ട് ഡു യു സീ ഇൻ മീ? നിങ്ങൾ അവരെ എന്ത് കണ്ടിട്ടാണ് സ്നേഹിക്കുന്നതെന്ന് പറയുക. വിൽ യു ലീവ് മീ ലൈക്ക് അതേഴ്സ്? അയ്യോ, മറ്റുള്ളവർ അവരെ വിട്ടുപോയതുപോലെ നിങ്ങൾ അവരെ വിട്ടുപോകുമോ? വാട്ട് ഈസ് ദ ട്രൂത്ത്? നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ അവരുടെ അടുത്ത് മുഴുവൻ തുറന്ന് പറഞ്ഞിട്ടില്ല എന്നവർക്ക് തോന്നുന്നു. ഐ എം ബെറ്റർ വിത്ത് മൈ മൈൻഡ് ദാൻ മൈ ഹാർട്ട്. അവർ കുറച്ച് എന്താ പറയുക, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇമോഷണൽ സൈഡിനേക്കാളും അവരുടെ പ്രാക്ടിക്കൽ സൈഡ് ആണ് കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്നതെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ബട്ട് ഐ വോണ്ട് ടു ബി ഡിഫറെൻറ്റ്. പക്ഷെ അവർക്ക് അങ്ങനെ വേണ്ട, അവരുടെ ഇമോഷണൽ സൈഡ് ആക്റ്റീവ് ആവണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. യു ആർ ടു നൈസ്, ഐ ഡോണ്ട് ഡിസേർവ് യുവർ കൈൻഡ്നെസ്. നിങ്ങൾ എത്ര നല്ലൊരു വ്യക്തിയാണ്, നിങ്ങളുടെ സ്നേഹം അവർ അർഹിക്കുന്നുണ്ടോ എന്ന് തന്നെ അവർക്കറിയില്ല. ഐ കാൺട്ട് ടേക്ക് ഇറ്റ് എനി മോർ. അവർക്കിത് സഹിക്കാൻ വയ്യ എന്ന് പറയുകയാണ്. ഐ ഡോണ്ട് നോ വേർ ടു സ്റ്റാർട്ട്. എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്ന് തന്നെ അവർക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഹാൻഡ് റിട്ടൺ മെസ്സേജസ് കൂടി നോക്കാം. എത്രയധികം ഹാൻഡ് റിട്ടൺ മെസ്സേജസ് ഉണ്ട് കണ്ടില്ലേ. ഇത് മൊത്തം ഒന്നും നമുക്ക് വായിക്കാൻ സാധിക്കില്ല. ഒരു 5 മിനിറ്റ് സമയത്തിൽ വായിക്കാൻ പറ്റുന്ന അത്രയും വായിച്ചു തരാം കേട്ടോ. ഐ ഫോർഗെറ്റ് മൈസെൽഫ് വെൻ ഐ ലുക്ക് ഇൻ ടു യുവർ ഐസ്. നിങ്ങളുടെ കണ്ണുകളിൽ നോക്കിയാൽ അവർ സ്വയം മറന്നു പോകുന്നു എന്ന് പറയുന്നു. യു ഡിസേർവ് എ ബെറ്റർ പേഴ്സൺ ദൻ മീ. അത് നമ്മുടെ മറ്റേ ഇതിലും വന്നിരുന്നു അല്ലേ. നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു വ്യക്തിയെ കിട്ടുമെന്ന് അവർ പറയുകയാണ്. മെസ്സേജ് മീ, കോൾ മീ. അത് ശരി, പക്ഷേ അവരെ കോൾ ചെയ്യാനും മെസ്സേജ് ചെയ്യാനും പറയുകയാണ്. ഐ വിൽ ഓൾവേസ് ലവ് യു. നിങ്ങൾ അവർ എന്നും സ്നേഹിക്കും എന്ന് പറയുന്നു. നെവർ ഗിവിങ് അപ്പ് ഓൺ യു. നിങ്ങളെ അവരൊരിക്കലും വിട്ട് കളയില്ല എന്ന് പറയുകയാണേ. മൈ നൈറ്റ്സ് ആർ റെസ്റ്റ്ലെസ് വിത്ത് വറി. ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നു. ന്യൂ ബിഗിനിങ്സ്, പുതിയ തുടക്കങ്ങൾ വരുന്നുണ്ട് എന്ന് പറയുന്നു. 2 souls, 1 heart with you, I choose love every single day. നിങ്ങളുടെ സ്നേഹം മതി അവർക്ക്. മാനിഫെസ്റ്റിംഗ് യു, നിങ്ങളെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യാണെന്ന് പറയുന്നു കേട്ടോ. ലെറ്റ്സ് മീറ്റ് ആൻഡ് ബി ഓണസ്റ്റ് വിത്ത് ഈച്ച് അതർ. തുറന്ന് സംസാരിക്കാം, തമ്മിൽ കണ്ട് തുറന്ന് സംസാരിക്കാം, ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാം പരസ്പരം എന്നവർ പറയുകയാണ് കേട്ടോ. നത്തിങ് റിയലി മേക്ക് സെൻസ് വിത്തൗട്ട് യു. നിങ്ങൾ കൂടെ ഇല്ലാതെ ഒന്നിലും ഒരു അർത്ഥവുമില്ല എന്നവർക്ക് ഫീൽ ചെയ്യുകയാണ്. യുവർ ഹാൻഡ്സ് ആർ ബ്യൂട്ടിഫുൾ. നിങ്ങളുടെ കൈകൾ അതിസുന്ദരമാണ് എന്നവർ പറയാൻ ആഗ്രഹിക്കുന്നു. യു ആർ സോ മിസ്റ്റീരിയസ്. നിങ്ങളെ അവർക്ക് മനസ്സിലാവുന്നേ ഇല്ല എന്ന് പറയുകയാണ്. ന്യൂ ലവ്, ചിലർക്കെങ്കിലും ഒരു ന്യൂ പ്രപ്പോസൽ വരുന്നതായിട്ട് കാണുന്നു. ക്യാൻ വി ടോക്ക്, നമുക്ക് സംസാരിക്കാൻ സാധിക്കുമോ? ഫോർ അവർ ലവ് ഐ ക്യാൻ വെയിറ്റ് ഫോർ അവർ. നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി അവരെന്നും എക്കാലവും വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറയുന്നു. യു ആർ സോ ബ്യൂട്ടിഫുൾ, ഐ ലോസ്റ്റ് മൈസെൽഫ്. നിങ്ങളുടെ സൗന്ദര്യത്തിൽ അവർ മതി മറന്നുപോയി എന്ന് പറയുന്നു. രണ്ടുപേരും. ലിബ്ര, പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കണമെന്ന് പറയുകയാണ് കേട്ടോ. ഐ കെയർ അബൌട്ട് യു. നിങ്ങളെപ്പറ്റി അവർ കെയർ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു.
ഐ വിൽ റിമെമ്പർ യു ഓൾ മൈ ലൈഫ്. നിങ്ങളെ അവർ ഒരിക്കലും മറക്കില്ല എന്ന് പറയുകയാണ് കേട്ടോ. വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം. റൈറ്റ് ടൈമിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യണം. അത് നമ്മുടെ ടാരോയുടെ മെസ്സേജസിലുണ്ടായിരുന്നു. ഐ ലവ് യു, യു ആർ മൈ ലവ്, മൈ ലൈഫ്, മൈ വേൾഡ്. നിങ്ങളാണ് അവരുടെ സ്നേഹം, അവരുടെ ലോകം, അവരുടെ ജീവിതം, എല്ലാം എല്ലാം നിങ്ങളാണ് എന്ന് പറയുന്നു കേട്ടോ. സാജിറ്റേറിയസ്, ധനുരാശി. ഐ വോണ്ട് ടു കം ഇൻ ടു ബാലൻസ് വിത്ത് യു. ടെമ്പറൻസിൻ്റെ ഒരു എനർജിയാണ് കേട്ടോ. നമ്പേഴ്സ് 5, 14, 23. ഞാൻ ഇനി ഒരു 3 കാർഡ് കൂടെ എടുക്കും. ഐ വാസ് മാനിപ്പുലേറ്റിംഗ് യു. നിങ്ങളിൽ നിന്നും സത്യങ്ങൾ മുഴുവൻ തുറന്നു പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണേ. ഐ എം ഗ്രേറ്റ്ഫുൾ ദാറ്റ് യു ആർ ഇൻ മൈ ലൈഫ്. നിങ്ങളിൽ എന്താ പറയുക, നിങ്ങൾ അവരുടെ ജീവിതത്തിലുള്ളതിന് അവർ ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയുന്നു. കാപ്രിക്കോൺ, മകരരാശി. ഓക്കെ, മെസ്സേജ് അല്ലായിരുന്നു, അത് രാശി ആയിരുന്നുകൊണ്ട് 2 കാർഡ് കൂടി രണ്ടും. മാരി മീ. ഓക്കെ, കല്യാണം കഴിക്കൂ. നമ്പേഴ്സ് 2, 11. ഇത് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ലൈഫിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് നമ്പർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞില്ലേ. എന്നും 3 മിനിറ്റിൽ പറയുന്ന മെസ്സേജസ് ഇന്ന് മുഴുവൻ ഇരുന്ന് കേട്ടോളൂ കേട്ടോ. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണ്ടവരെ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ഹൈപ്പ് ചെയ്താലേ നമ്മുടെ വീഡിയോക്ക് ഇത്തിരി റീച്ച് കിട്ടത്തുള്ളൂ കേട്ടോ. അതേപോലെ വേറെ എന്താണ്, പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.